കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ തൊപ്പി, പിന്നെ സോക്സ്. അതായത് നമ്മുടെ നാട്ടിൽ ബസ്സിലൊന്നും ഇങ്ങനെ മലയാളികൾ താഴെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറിനെയും ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബനിഹാൽ പാസിലൂടെയാണ്. ആടും ഒരാടിൻ്റെ ഉടമയും. പുള്ളിക്കാരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ആടിനെ ഉള്ളിൽ കയറ്റലാണ് ലക്ഷ്യം. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പ്രൈവറ്റ് ബസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പോകാം കേട്ടോ. അത് മുമ്പിലൊരു കാറുകാരൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാറുകാരൻ നമ്മളെ ബസ് ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ടോ. കുറച്ചു നേരം മുന്നേ ഒരു മലയുടെ മുകളിൽ കുറച്ച് മഞ്ഞ് കണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ നമ്മളെ ശരിക്കും ഞെട്ടിച്ചിട്ടോ. നമ്മൾ ആ ആട് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഈ ആട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഈ യാത്രയിൽ ഞാൻ 99% ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ അടുത്തടുത്ത ഗോപ്രോ ആണ് കേട്ടോ. ഞാൻ മുമ്പത്തെ ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ് കേട്ടത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചായക്കടയിലെ കോയക്കനെ പരിചയപ്പെട്ടതും പിന്നെ പുള്ളിക്കാരൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ നല്ല ഹാപ്പിയായി. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡും വെറും 70 രൂപയ്ക്കാണ് നമുക്ക് നല്ല വയറ് നിറച്ച് ഫുഡ് കിട്ടിയത്. ശരിക്കും ബട്ടർ നാനൊക്കെ അയാൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2 വേണ്ട സാർ, 1 കഴിച്ച് തന്നെ വയറ് നിറയെന്ന് പറഞ്ഞപ്പോൾ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബനിഹാലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജമ്മു തവിയിലെ ബസ് സ്റ്റാൻഡിലേക്ക് കേട്ടോ. അപ്പം നമുക്ക് അവിടേക്ക് പോയിട്ട് അവിടുത്തെ ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് അന്വേഷിക്കാം. ഇതാട്ടോ ബസ് സ്റ്റാൻഡ്. ബനിഹാലേ ഇതുണ്ടല്ലോ കാജി ബനിഹാൽ. നമ്മൾ ഇത്രയും സംസാരിച്ചത് നമ്മൾ പോകാനിരിക്കുന്ന ബസ്സിലെ ഡ്രൈവറാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ചോദിച്ചു ബനിഹാൽ എപ്പോഴാണ് എത്താന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് 4-5 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പോൾ എപ്പോഴാണ് ബസ് ഇവിടുന്ന് സ്റ്റാൻഡ് വിടുകയെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ഒരു 10 മിനിറ്റിനുള്ളിൽ എന്തായാലും ഇവിടുന്ന് വിടും. അപ്പോൾ പിന്നിൽ ഡിക്കിനുള്ളിൽ ബാഗ് വെച്ചിട്ട് ഉള്ളോട്ട് കയറിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ബസ് അത്യാവശ്യം ഫുള്ളായിട്ടുണ്ട്, സ്റ്റാൻഡ് വിടാൻ നിൽക്കുകയാണ്. അപ്പോൾ പിന്നിലെ ഒരു സീറ്റിൽ ഞാൻ എൻ്റെ സ്ഥാനം ഉറപ്പിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡിലെ ബസ് പോലെ തന്നെ ഇവിടെ ഉള്ളിൽ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഓരോ ആൾക്കാർ വിൽക്കുന്നുണ്ട് കേട്ടോ. പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ തൊപ്പി, പിന്നെ സോക്സ്. അതായത് ഇതിലെ അത്യാവശ്യം എല്ലാ ആൾക്കാരും ശ്രീനഗർ ആ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ശ്രീനഗറിലൊക്കെ നല്ല തണുപ്പാണ് ഈ സമയത്ത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ തൊപ്പിയും സോക്സൊക്കെ വന്ന് വിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ്സിലെ ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് വിട്ട് കേട്ടോ. പോകെ ബസ്സിൽ ആൾക്കാർ തിരക്ക് കൂടിക്കൂടി വന്നു കേട്ടോ. അങ്ങനെ ഇരിക്കെ സീറ്റ് കിട്ടാത്തപ്പോൾ ആൾക്കാരെന്ത് താഴെ ചെമ്പറമണി ഇരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ ബസ്സിലൊന്നും ഇങ്ങനെ മലയാളികൾ താഴെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇരിക്കെ ഇതാ ദൂരെ മലയുടെ മുകളിൽ മഞ്ഞൊക്കെ കണ്ടു കേട്ടോ. അതായത് അത്രയ്ക്കും നേരം ഒരു വരണ്ട ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നോക്കുമ്പോൾ മലയുടെ ഏറ്റവും മേലെ മഞ്ഞ് കണ്ടപ്പോൾ ഒരു മനസ്സിന് കുളിരും കാര്യങ്ങളൊക്കെ. യാത്രയുടെ ആദ്യം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങി. അങ്ങനെ നോക്കിയപ്പോൾ ദോണ്ടെ ഒരു ബസ്സിലൊരു സൈഡ് സീറ്റ്. അങ്ങനെ ഓടിപ്പിടിച്ച് ബസ്സിലെ സൈഡ് സീറ്റ് പോയിരുന്നു കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈഡ് സീറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് വീഡിയോസും കാര്യങ്ങളും പിന്നെ പുറമെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് പകർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബസ്സിലേക്ക് കുറേ ആൾക്കാർക്ക് കയറി വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് പറയാൻ മറന്നു. ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനഗറിനെയും ജമ്മുവിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബനിഹാൽ പാസിലൂടെയാണ്. ഇതേ നോക്കിയേ ദൂരെ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മളെ ഫോണിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് മാക്സിമം പകർത്തിയെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കണ്ടത്, അതായത് മലനിരകൾക്ക് ചുറ്റും നടുക്കായിട്ട് നല്ലൊരു ഗ്രാമം കേട്ടോ, ഒരു കുട്ടി ഗ്രാമം. അവിടെ അവരുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ് സ്റ്റോപ്പ് എത്തിയപ്പോൾ ഒരു ആടും ഒരാടിൻ്റെ ഉടമയും. പുള്ളിക്കാരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ആടിനെ ഉള്ളിൽ കയറ്റലാണ് ലക്ഷ്യം. അപ്പോൾ പുള്ളിക്കാരും ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അയാൾ പറഞ്ഞ് ധൈര്യമായിട്ട് കയറിക്കോ, കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. പക്ഷേങ്കിൽ ആടിന് ചെറിയൊരു വിമ്മിഷ്ടം ഉള്ളോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളി ആടിനെ നിർബന്ധിച്ച് ഉള്ളോട്ട് കയറ്റി കേട്ടോ. പല സിനിമകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കേട്ടോ ഇത്രയും വലിയൊരു ആടിനെ ബസ്സിലേക്ക് അവൾ കയറ്റുന്നത് കാണുന്നത് എന്തായാലും അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു.
എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. അതായത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ടാക്സിയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കാഴ്ചകളൊക്കെ മിസ്സായി വരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പ്രൈവറ്റ് ബസ് പിടിച്ചിട്ട് തന്നെ പോകാം കേട്ടോ. അത് കുറച്ച് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും യാത്ര തുടരുകയാണ് കേട്ടോ. ബനിഹാൽ പാസ് ഇപ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ വക്കിലാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബനിഹാൽ പാസ് ചില സീസണിലൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ നേരം ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ വളരെയധികം ചാൻസും ഉണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഇങ്ങനൊരു അപ്പർ ഹൈവേ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. പോരാത്തതിന് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അപ്പോൾ കുറേ സമയവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അതൊന്നുമില്ലാതെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കും ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്കും പോകാൻ പറ്റുന്നതാണ് ഈ ഒരു അപ്പർ ഹൈവേൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു അപകടം ഉണ്ടായിട്ടോ. വലിയ മേജറൊന്നുമല്ല, ചെറിയൊരു അപകടം. അതായത് മുമ്പിലൊരു കാറുകാരൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാറുകാരൻ നമ്മളെ ബസ് ചെറുതായിട്ടൊന്ന് ഉരച്ചിട്ടോ. അപ്പോൾ നമ്മൾ ബസ്സുകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കാറുകാരൻ്റെ കുറ്റാണെന്ന്. അപ്പോൾ കാറുകാരൻ പറയുന്നത് വെച്ചാൽ ഈ ബസ്സുകാരൻ്റെ കുറ്റാണ്. അങ്ങനെ ഫുൾ പ്രശ്നമായി. അങ്ങനെ നമ്മളെ ബസ് ഡ്രൈവർ ബസ് ഓഫാക്കി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിയ പ്രശ്നം കാര്യങ്ങളും പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ ചിങ്കാരിയാട് നൈസായിട്ട് അവിടെ ഇരുന്നിട്ട് പുള്ളിക്കാരെ അയവർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കാറുകാരൻ നമ്മളെ ബസ്സൊക്കെ സംഭവം കാര്യങ്ങൾ പഞ്ചായത്താക്കിയ ശേഷം നമ്മളെ ബസ് വീണ്ടും മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പോഴാണ് ദൂരെ നമ്മൾ കുറച്ചു നേരം മുന്നേ ഒരു മലയുടെ മുകളിൽ കുറച്ച് മഞ്ഞ് കണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ നമ്മളെ ശരിക്കും ഞെട്ടിച്ചിട്ടോ. നമ്മളെ നിരനിരയായിട്ട് നിൽക്കുന്ന മലനിരയുടെ മുകളിൽ ഫുള്ള് മഞ്ഞ്, നല്ല രസമാണ് കേട്ടോ ആ വ്യൂ ആദ്യമായിട്ട് കാണുമ്പോൾ. അങ്ങനെ ഇരിക്കെ ഒരു സ്റ്റോപ്പ് എത്തിയപ്പോൾ നമ്മളെ ചിങ്കാരിയാടും അതിൻ്റെ ആട്ടിയടനും താഴെ ഇറങ്ങി കേട്ടോ. ശരിക്കും നമ്മൾ ആ ആട് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചെങ്കിലും ഈ ആട് നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അങ്ങനെ അവർ പോകുന്നവരെ ഞാൻ ഫുള്ള് ആ വീഡിയോയിൽ എടുത്തു കേട്ടോ. ശരിക്കും നല്ല രസമായിരുന്നു ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ. ഈ ആടിനെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയായിരുന്നു നമ്മൾ തോമാച്ചയാണ് കേട്ടോ, സ്ഫടികത്തിലെ. അതിന് പുള്ളിയുടെ ഫേമസ് ആയ ഡയലോഗ് ഉണ്ട്. അതായത് കറുത്ത മുട്ടനാടിനെ ചങ്കിലെ ചോരാന്ന്. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. എന്നാൽ എനിക്ക് ആ ഡയലോഗ് കേട്ടോ പെട്ടെന്ന് ഓർമ്മ വന്ന്. നമ്മളുടെ ഈ യാത്രയിൽ ഞാൻ 99% ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഈ അടുത്തടുത്ത് ഗോപ്രോ ആണ് കേട്ടോ. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ നോക്കിയേ, പിന്നിൽ ഒരുത്തനെ കണ്ടില്ലേ, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏന്തി നോക്കുക നമ്മുടെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. രാവിലെ ഏകദേശം നമ്മൾ 11 മണിക്കാണ് നമ്മൾ ജമ്മു താവിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബനിഹാലേക്ക് ബസ് കയറണം കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 3:30 ആ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബനിഹാൽ എത്തിയിട്ടുണ്ട് കേട്ടോ. साढ़े 3 में जाएगी ना, तो 4:50 पे जाएगी. നമ്മളിപ്പോൾ ബനിഹാൽ നമ്മളെ ലഗേജ് എടുക്കണം. ആ ഫുൾ തിരക്കാണ്. നേരെ ലഗേജ് എന്റെ ഈശ്വര, നമ്മളെ ലഗേജ് കിട്ടിയിട്ടുണ്ട്. ലഗേജാണ്. ज्यादा आगे जाना है 3:30 बजे जाओगे, हमारा बोला आगे जाएगी. सर जी कितना दूर है रेलवे स्टेशन में? रेलवे स्टेशन ये बिल्डिंग, ये वाली. ओ ये ठीक है, धन्यवाद. चार्ज को देना यार, रेलवे लिया मैं അപ്പോൾ നമുക്കിനി പോകേണ്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന്, അതായത് ജമ്മു താവിയിൽ നിന്ന് ബനിഹാൽ വരെ നമ്മൾ പറഞ്ഞത്ര 800 രൂപയാണ്. പിന്നെ അവിടെ നിന്ന് ശ്രീനഗർക്ക് വേറെ റൂട്ടും. നമ്മളിവിടെ എത്തി വെറും 250 രൂപയ്ക്കാണ് നമ്മളിവിടെ എത്തിയത്. വെറും 250 രൂപയ്ക്ക് ഒന്ന് ചവിട്ടി പിടിച്ചാൽ ഇങ്ങനെ കുറേ സ്ഥലത്ത് ലാഭിക്കാൻ പറ്റും. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് സ്ഥലത്ത് സ്കാം കണ്ടിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ. അതായത്
ഫസ്റ്റിന് വിചാരിച്ചു എനിക്ക് ആ 150 രൂപ പോയാൽ സങ്കടം എന്നല്ല, കാരണം അവർ 8 കിലോമീറ്റർ പറഞ്ഞിട്ട് ഞാൻ നോക്കി വെറും 1.5 കിലോമീറ്റർ പോലും ഇല്ല. എന്നിട്ടാണ് 150. അവർ ആദ്യം പറഞ്ഞ് 400 ഞാൻ പറഞ്ഞ്, പിന്നെ പറഞ്ഞ് 200 ആക്കി, 150 ആക്കി. ഇറങ്ങിയപ്പോൾ 100 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു.